മമ്മി മോനെ തരൂ, നീ എന്തൊന്നും പറയാത്തെ? പറയണ സമ്മതാണെന്ന്. മമ്മി ഞാൻ എങ്ങനെ എന്താ തരൂ, നിനക്കും ഇനി സമ്മതമല്ലാന്നുണ്ടോ? ഇല്ല മമ്മി, ഞാൻ സമ്മതിക്കാം. എനിക്ക് സമ്മതം. തരൂ, നീ എന്തീ പറയുന്നേ? കിച്ചു, നീ മിണ്ടരുത്. നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ, അപ്പം നിനക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇനി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അതിലൊരു അഭിപ്രായം പറയാനും നിനക്ക് അർഹതയില്ല കിച്ചു. മാത്യു ചായ, അനാമോ, എന്നാൽ ഞങ്ങൾ ഇറങ്ങോ. കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ച പോലെ തന്നെ നടക്കും. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ഒരു ദിവസം വന്ന് നമുക്ക് സംസാരിക്കാം. ഇപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങുക. ബായ് ചായ, നമുക്ക് പോവാം. കിച്ചു, തരൂ, ബാ, വന്ന് വണ്ടി കയറി, ബാ പോവാം. ശരിടാ എന്നാ മാത്യു, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. അന്നാമോ ഇറങ്ങുവാണ്. ശരി എന്നാ. നീ ഇപ്പം ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല മിന്നു. കിച്ചുവേട്ടൻ ചോദിച്ചപ്പോൾ നിനക്കതെന്താ പറഞ്ഞല്ലേ? അല്ലെങ്കിലും ഇത്രയും നാളായിട്ട് നീ എന്താ ഞങ്ങളോടൊന്നും പറയാത്തെ? എന്തായാലും വരാനുള്ളത് വന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ കരയാതിരിക്കെ, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എൻ്റെ പൊന്നു മിന്നു, നീ ഒന്ന് കരച്ചിൽ നിർത്ത്. നീ കരയുന്നത് കുഞ്ഞു എങ്ങാനും കണ്ടുകൊണ്ട് വന്നാൽ മതി കേട്ടോ. കുഞ്ഞൂസിങ് വന്നേ, മേമ പറയാം ബാ. അതെന്തല്ലോ, കുഞ്ഞൂസിന് മമ്മി വക്ക് പറയുമ്പോഴത്തേക്കും കുഞ്ഞൂസിന് വിഷമാവില്ലേ? അതുപോലെ തന്നെ ഇപ്പം ഉണ്ടല്ലോ, അപ്പച്ചനും അമ്മൂമ്മയും മമ്മീനെ വഴക്ക് പറഞ്ഞു. അപ്പം അതുകൊണ്ട് മമ്മിക്ക് വിഷമമായിട്ട് മമ്മി കരഞ്ഞതാ. അത് കുഴപ്പമില്ല കേട്ടോ. മമ്മിയുടെ കരച്ചിലൊക്കെ മേമ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇപ്പം മമ്മി ഹാപ്പി ആയിക്കോളൂ കേട്ടോ. മോള് വിഷമിക്കണ്ട കേട്ടോ. ആടാ കുഞ്ഞൂസെ, മമ്മിക്ക് വിഷമമൊന്നുമില്ല. മമ്മിയുടെ വിഷമമൊക്കെ മാറിയല്ലോ. എനിക്കെൻ്റെ കുഞ്ഞൂസില്ലേ, പിന്നെ മമ്മിക്ക് എന്താ വിഷമം? കുഞ്ഞുസിങ് വാ, ബാ മേമ കുഞ്ഞുസിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുഞ്ഞുസിനെ കുളിപ്പിച്ചൊക്കെ തരാം. ബാ, നമുക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം എന്നാ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. തരൂ, നീ എങ്ങോട്ടാടി രാത്രി പോകുന്നത്? ഞാൻ ചിന്നുൻ്റെ അടുത്തേക്കൊന്ന് പോവാ. ചിന്നുൻ്റെ അടുത്തേക്കോ? ഈ സമയത്തോ? അതെ, അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് അവളൊന്ന് കാണണം, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോവാം. മോനെ തരൂ, നീയും ചിന്നും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് പപ്പയ്ക്ക് അറിയാം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് പപ്പ മതി, നിർത്ത്. ആ സമയത്ത് പപ്പയും ഹെൽപ്ലെസ് ആയിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്ത് കല്യാണം ഉറപ്പിച്ചെന്നാ പപ്പയെ പറയുന്നേ? അപ്പോൾ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് ആ സമയത്ത് മമ്മിക്ക് ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല പപ്പ. എനിക്കെൻ്റെ ചിന്നുവിനെ മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചും ഞാൻ ആരുടെങ്കിലും കഴുത്തിൽ മിന്നി കെട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ ചിന്നുവിൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെ അവളുടെ കഴുത്തിൽ ആരുടെങ്കിലും മിന്നി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ തരുവിൻ്റെ ആയിരിക്കും. പിന്നെ കിച്ചും മിന്നും, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം എപ്പോഴും ഇഷ്ടമാണ് പപ്പ. അത് രണ്ടുപേരുടെയും ഇന്നത്തെ പെരുമാറ്റത്തിൽ നിന്ന് പപ്പയ്ക്ക് മനസ്സിലായില്ലേ. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും അത് സമ്മതിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞത് മമ്മീനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അത് അവൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായിട്ടുണ്ട്, കാരണം അവളെപ്പോലെ മറ്റാർക്കും എന്നെ മനസ്സിലാവില്ല പപ്പ. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കണ്ടുപിടിക്കും. പപ്പ നോക്കിക്കോ, എല്ലാം ശരിയാവും പപ്പ. അവരുടെ പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം ഞങ്ങൾ ശരിയാക്കിയെടുക്കും. പിന്നെ ഇപ്പം ഞാൻ അവളെ കാണാൻ പോകുന്നത്
ഒരു അഷ്വറൻസിനും കൂടി വേണ്ടിയിട്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ഈ ഒരു ടൈമിൽ എനിക്ക് അവളുടെയും അവൾക്ക് എൻ്റെയും പ്രസൻസ് ആവശ്യം പപ്പ. അതുകൊണ്ട് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് ഞാൻ വരാം. ശരി മോനെ, എന്നാ നീ പോയിട്ട് വാ. ഓ, ഈ ബാൽക്കണിയൊക്കെ വലിഞ്ഞു കയറാൻ എന്ത് ബുദ്ധിമുട്ടാണ് ദൈവമേ. നീ അവൾ ഉറങ്ങിക്കാണോ? ഉറങ്ങിക്കാണല്ലേ. റൂം എവിടെയാ അവളുടെ? ആ, ഭാഗ്യം ഉറങ്ങിയിട്ടില്ല. ചിന്നു, ചിന്നു. നീയോ? നീ എന്തെവിടെ ഈ നേരത്ത്? അതൊക്കെ ഞാൻ പറയാം. നീ ഒന്ന് വന്ന് വാതിൽ തുറന്നു തരുമോ? എനിക്ക് നിന്നെ കാണണം തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാ. വന്നൊന്ന് വാതിൽ തുറക്കടാ. ആരെങ്കിലും കാണും. നിക്ക്, ഞാനിപ്പോ വരാം. എടാ ബാ, വേഗം വാ. ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം കേറ് വാ. ഇനി പറ, നീ എന്താണ് ഈ നേരത്തെ ഇവിടെ? ചിന്നൂസേ, അത് പിന്നെ ഞാൻ എന്തേ രാവിലെ മോൻ മിന്നുവിനെ കല്യാണം കഴിക്കാൻ സമ്മതമെന്ന് പറഞ്ഞതിന് എക്സ്പ്ലനേഷൻ തരാൻ വന്നാണോ? അത് ഓ എൻ്റെ പൊട്ട, അത് ആ സമയത്ത് പിന്നെ മമ്മി മരിച്ചു കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും നീ എന്നല്ല ആരാണെങ്കിലും സമ്മതിച്ച് പോകും. അതിപ്പോൾ ആ ടൈമിൽ മമ്മീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എസ് പറഞ്ഞതാണെന്ന് നിനക്കും അറിയാം, അതെനിക്കും മനസ്സിലായി. പിന്നെന്താ പ്രശ്നം? അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നിയതാ വന്ന്. എന്തു പറ്റി? എനിക്ക് വിഷമമായെന്ന് വിചാരിച്ചോ? ചെറുതായിട്ട്. നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു, പക്ഷെ കിട്ടുന്നുണ്ടായില്ലല്ലോ. നിന്നെ ഫോണിൽ കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഓ അതോ, അതെൻ്റെ ഫോൺ ഓഫായി പോയടാ. വൈകിട്ട് ഓഫായതാ. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഞാൻ ഫോൺ ചാർജ് ചെയ്യാനും മറന്നുപോയി. ഓ, ഇപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. അയ്യോ, എൻ്റെ കാട്ടുമക്കം പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. എനിക്കോ ദേഷ്യമോ നിന്നോടോ? അങ്ങനെയൊന്നും വരില്ലല്ലോ. നീ എന്നെ മനസ്സിലാക്കിയ പോലെ തന്നെ ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് തരൂ. അതുകൊണ്ട് തന്നെ നീ എന്ത് പറഞ്ഞാലും ചെയ്താലും അതിൻ്റെ പുറകിലുള്ള റീസൺ എനിക്ക് മനസ്സിലാവും. പിന്നെ ഈ കല്യാണം അതെന്തായാലും നടക്കാൻ പോകുന്നില്ല, നമ്മൾ നടത്തില്ലല്ലോ. അതല്ലെങ്കിൽ അത്രേ ഉള്ളൂ, നമ്മൾ കല്യാണം നടത്തില്ലല്ലോ. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാൽ നമ്മൾ മുടക്കുമല്ലോ. പ്രത്യേകിച്ച് ഒരു വഴിയും കണ്ടുപിടിക്കാനില്ല. അവർക്കിടയിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ശരിക്കും മനസ്സിലാവണം. അതിന് നമ്മുടെ പ്ലാനിങ്സൊക്കെ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യണം. നീ ഇന്ന് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, കിച്ചുവേട്ടനായാലും ഈ കല്യാണത്തിന് താല്പര്യമില്ലടാ. മിന്നുവിന് അങ്ങനെ വേറെ ആർക്കും കിച്ചുവേട്ടന് വിട്ടുകൊടുക്കാൻ പറ്റില്ലടാ. പിന്നെ കുഞ്ഞുവിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കിച്ചുവേട്ടൻ അങ്ങനെ നിൽക്കുന്നതാ. സാറമ്മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെപ്പോലെ തന്നെ കിച്ചുവേട്ടനും ഹെൽപ്ലെസ് ആയിപ്പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കിച്ചുവേട്ടനും ഇതിൽ നിന്ന് ഒഴിഞ്ഞേനെ. പക്ഷെ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് കിച്ചുവേട്ടനായാലും ഈ കല്യാണം മുടക്കാനുള്ള സകല വഴികളും നോക്കും. അത് നീ പറഞ്ഞത് ശരിയാ. ഞാൻ മിന്നുവിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതവന് നല്ല രീതിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട്. അതെ, കൊണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം അവർക്കിടയിൽ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യണം. അതിന് എന്താണ് അവർക്കിടയിൽ ശരിക്കും സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കണം. അതിനിപ്പോൾ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്. മേ ബി ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതാർക്കാ? ജാക്സൺ ചേട്ടൻ. കിച്ചുവിനും മിന്നുവിനും കൂടാതെ അവർക്കിടയിൽ നടന്ന സംഭവങ്ങളൊക്കെ കുറച്ചെങ്കിലൊക്കെ അറിയാവുന്നത് ജാക്സൺ ചേട്ടനാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ തന്നെ പോയി ജാക്സൺ ചേട്ടനെ മീറ്റ് ചെയ്ത് ഇതിനെപ്പറ്റി എല്ലാം ചോദിക്കണം. ശരിയാ. നീയും ഞാനും ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്നത് കൊണ്ട് നമുക്കപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലല്ലോ. എന്തായാലും നാളെ ജാക്സനെ പോയി കണ്ടിട്ടെന്നാ സംസാരിച്ച് നോക്കാം. അതെ, ഞാൻ പയ്യെ സാവധാനം മിന്നുവിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നേച്ചേ. പക്ഷെ ഇപ്പം എന്തായാലും ഈ അവസ്ഥയിൽ അത് പറ്റില്ലല്ലോ. അവൾ ഓൾറെഡി കുറേ ഹേർട്ടായിട്ടിരിക്കുക. ഇനി ആ മുറിവിലേക്ക് നമ്മൾ തീകോരിയിടണ്ട. അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമുക്ക് ജാക്സൺ ചേട്ടനോട് സംസാരിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം, എന്താ അവർക്കിടയിൽ പറ്റിയെന്നുള്ളത്. അതെ അതെ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എന്താ ഇനി നിൽക്കുന്നേ? എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമായില്ലേ? എന്നാ പിന്നെ ഇനി സ്ഥലം വിടാൻ നോക്കുമ്പോൾ ചെല്ല്, പോ. അല്ലടി ചിന്നു, എന്തായാലും ഇപ്പം ഇത്ര സമയമൊക്കെ ആയില്ലേ. പിന്നെ ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട് ബാൽക്കണി വഴി ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകണ്ടേ. എന്നാ പിന്നെ ഞാൻ നാളെ പോയാലോ? തൽക്കാലം ഞാൻ ഇന്നിവിടെ കിടക്കാം. എങ്ങനെയുണ്ട്? അയ്യേടാ, മോൻ്റെ ആഗ്രഹം കൊള്ളാം, പക്ഷേ നടക്കില്ല. മര്യാദക്ക് പോവാൻ നോക്ക്, ചെല്ല്.
ഞാൻ പോവില്ല, ഞാൻ ഇവിടെ കിടക്കാൻ പോകുന്ന. എടാ തരു, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കലേ. മമ്മി പപ്പ വല്ല അറിഞ്ഞാ തീർന്ന്. അവരൊന്നും അറിയത്തില്ലെന്നേ. ഞാൻ രാവിലെ എണീറ്റ് പൊക്കോളാം. ബാ, നീ ഇപ്പൊ വന്ന് കിടക്കാൻ നോക്ക്. ബാ, ഇവിടെ വന്ന് കിടക്ക് എൻ്റെ അടുത്ത്. ബാ, കമോൺ. അയ്യടാ, മോൻ്റെ ആഗ്രഹം കൊള്ളാം, പക്ഷെ നടക്കില്ല മോനെ. ഇന്ന് മര്യാദക്ക് പോവാൻ നോക്കേ. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. ഞാൻ ഇന്നിവിടെ കിടക്കാൻ പോകുന്നത്. നിനക്ക് വേണമെങ്കിൽ വന്ന് കിടക്ക്, ഞാൻ ഉറങ്ങാൻ പോകും. തരു, ഇവനെ കൊണ്ട് നിനക്ക് വാതിലോർന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, നീ എന്താ ഇവിടെ കിടക്കുന്നേ? മര്യാദ എന്നിട്ട് പോയാ കൗച്ചി കിടന്നേ. അയ്യടി, എനിക്കൊന്നും പറ്റത്തില്ല കൗച്ചി കിടക്കാനായിട്ട്. വേണമെങ്കിൽ നീ പോയി കിടന്നോ. ആഹാ, അത് കൊള്ളാല. എൻ്റെ വീട്, എൻ്റെ റൂം, എൻ്റെ ബെഡ്, എന്നിട്ട് എന്നോട് കൗച്ചി കിടക്കാനോ? പറ്റത്തില്ല, മര്യാദക്ക് നീ പോയി കിടക്കടാ. എനിക്കും കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. നീ വേണമെങ്കിൽ വന്ന് ഇവിടെ കിടക്ക്, അല്ലെങ്കിൽ നീ പോയി അവിടെ കിടന്നോ. തരു, ഒരു തരൂല്ല കുരുവില്ല. നീ വേണമെങ്കിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാം, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അവിടെ വന്ന് കിടന്നാ നീ എന്നെ ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? എന്തേ, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യണോ? ഏയ് വേണ്ട വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനെന്നാ പോയി ഡോറടച്ചിട്ട് വരാം. അതെ, ഈ പില്ലോ ഞാനിവിടെ നടുക്ക് വെക്കാം. ഇത് ക്രോസ് ചെയ്ത് ഇപ്പത്തേക്ക് വരരുതട്ടോ. ഓ ശരി മാഡം, കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണെ. പിന്നെ നീ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പൊക്കോളുമല്ലോ. ഓ ശരി, ഞാൻ പൊക്കോളാന്ന്. കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നാ ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ഉറങ്ങിയല്ലേ എൻ്റെ കൊച്ചു? വേഗം ഉറങ്ങിയല്ലോ. എന്നെ ക്യൂട്ടാ കിടന്ന് ഉറങ്ങുന്ന കാണാനായിട്ട്. അറിയിക്കോട്ടോ. പാവം എൻ്റെ ചെക്കൻ, കുറേ ടെൻഷൻ അടിച്ചെന്ന് തോന്നുന്നു. നീ ഉറങ്ങിയില്ലായിരുന്നു തരു? ഇല്ല, ഉറങ്ങിയില്ലായിരുന്നു. എന്തേ മോള്, ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചാണോ ഉമ്മ വെച്ചേ? എന്താ? എന്തേ? നീ എന്തിനാടി ചിന്നു കണ്ണടച്ചേ? ഞാൻ കണ്ടൊന്നുമില്ലല്ലോ. ഞാൻ നിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുന്നു നീ പ്രതീക്ഷിച്ചോ? ഞാനൊന്നും വിചാരിച്ചൊന്നുമില്ല. അതെ അതെ, ഞാൻ എന്തൊക്കെയോ നിന്നെ ചെയ്യണമെന്ന് നിനക്ക് വല്ലാണ്ട് ആഗ്രഹമുള്ള പോലെയാണല്ലോ തോന്നുന്നേ. നീയൊന്ന് പോടേക്കാ, എനിക്കങ്ങനൊന്നുമില്ല. അതെ അതെ, എനിക്ക് മനസ്സിലായത്. നിന്നെ എനിക്ക് എൻ്റേത് മാത്രം ആക്കണമെന്നുണ്ട് ചിന്നു. പക്ഷേ അതിപ്പോൾ വേണ്ട. പിന്നീട് നിന്റെ കഴുത്തിൽ ഞാനൊരു മിന്നു കെട്ടിയതിന് ശേഷം മാത്രം, അപ്പോൾ മതി. പിന്നെ ഇപ്പം നമുക്ക് തൽക്കാലം ഈ ഹഗ്ഗിങ്ങും കിസ്സിങ്ങും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഓ ആയിക്കോട്ടെ തമ്പ്ര, കിടന്നുറങ്ങാവോ ഒന്ന്? ബാ, നമുക്ക് കെട്ടിപ്പിടിച്ചെടുക്കാം. ബാ ചിന്നുസേ, നിനക്ക് ശരിക്കും വിഷമമായോടാ രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും? വിഷമമായോന്ന് ചോദിച്ചാലായി. പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്കൊരു വിഷമം തോന്നി. അത് പിന്നെ എൻ്റെ ചെക്കൻ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ വിഷമാവത്തില്ലേ? അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു വിഷമം തോന്നി. പക്ഷെ പിന്നെ ഗ്രാജുവലി അതങ്ങനെ മാറി. പിന്നെ എനിക്ക് മനസ്സിലാക്കാവുന്നല്ലേടോ ഉള്ളൂ അപ്പോഴത്തെ നിൻ്റെ സിറ്റുവേഷനും നിനക്കുണ്ടായിരുന്ന പ്രഷറൊക്കെ. അപ്പോൾ അതൊക്കെ പിന്നെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എൻ്റെ വിഷമമൊക്കെ അങ്ങ് പോയി. സോറിടാ ചിന്നുസേ. നീ സോറി ഒന്നും പറയണ്ടടാ തരൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലാകും. അത് ആ സമയത്ത് നിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ നീയല്ല വേറെ ആരായിരുന്നെങ്കിലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ ഒരു ടൈമിൽ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ എനിക്കറിയാലോ നീ എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത്. എന്ത് ചെയ്യാനാ, നിന്നെ സഹിക്കാന്നുള്ളത് എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അതത്രേ ഉള്ളൂ. പക്ഷെ ഒരു തിരുത്തുണ്ട്. നീ എന്നെ സഹിക്കാന്നല്ല, ഞാൻ നിന്നെ സഹിക്കാന്നാ പറയണ്ടേ. നീ പോടാ പട്ടി.
മതി മതി, നമുക്ക് കിടന്ന് ഉറങ്ങാം, ഇനി സമയം ഒരുപാടായി. ഓ ആയിക്കോട്ടെ, ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചിന്നുകുട്ടി. ചിന്നു, എഴുന്നേറ്റ് ചിന്നു. എത്ര നേരം ഞാൻ വിളിക്കുന്നേ, വാതിലൊന്ന് തുറന്ന ചിന്നു. നിനക്ക് ഇന്ന് ഓഫീസിലൊന്നും പോവണ്ടേ? ചിന്നു എഴുന്നേറ്റേ. ആരത്? മമ്മിയോ? എടാ തരൂ, മമ്മി വിളിക്കുന്നു, പോയിന്ന് വാല് തുറന്നു കൊടുത്തേ. മമ്മീനോട് പോയിട്ട് പിന്നെ വരാൻ പറ, നമുക്ക് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങാം. എടി ചിന്നു, മര്യാദക്ക് നീ വാതിൽ തുറക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കോട്ടെ. ഇപ്പോൾ കുറെ നേരം ഞാൻ വിളിക്കുന്നേ. മമ്മി, അയ്യോ മമ്മി. എടാ എടാ തരൂ, എഴുന്നേക്കടാ, മമ്മി വന്നേക്കുന്നേടാ, എഴുന്നേക്കടാ. എന്താടി ഉറങ്ങാൻ സമ്മതിക്കില്ല? എന്താ ഇങ്ങനെ കിടന്നുറങ്ങുവാണെങ്കിൽ ഇത് മിക്കവാറും നിന്റെ അവസാനത്ത് ഉറക്കുമായിരിക്കും. എടാ മമ്മി വന്ന് വിളിക്കുന്നടാ, നീ എന്താടാ എന്നിട്ട് പോവാഞ്ഞ രാവിലെ? പോടാ. അയ്യോ മമ്മിയോ? അയ്യോ രാവിലെ ആയോ? ഇല്ലടാ, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, രാത്രി തന്നെയാ. ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ, കൂടിപ്പോവും. എടാ മര്യാദക്ക് ഒന്ന് ഇറങ്ങി പോവാൻ നോക്കടാ. മമ്മി കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീരും, നമ്മൾ രണ്ടെണ്ണം കാര്യത്തിൽ തീരുമാനവും. വേണം, ഒന്ന് പോടാ. ഓ ശരി ശരി ശരി, ഞാൻ പോവാ. നീ ഒന്ന് സമാധാനപ്പെട്, നീ റെഡി ആയിട്ട് വിളിക്കട്ടോ, ഞാൻ വന്ന് പിക്ക് ചെയ്യാൻ നിന്നെ. ഓ അതൊക്കെ പിന്നീടുള്ള കാര്യമല്ല, ഇപ്പം നീ ഒന്ന് പോടാ, ഞാൻ വിളിച്ചോളാം, നീ ഒന്ന് ചെല്ല്. ഓ ഡോണ്ട് വറി ഡോണ്ട് വറി, ഞാൻ പോയി പോയി പോയി. ചിന്നു, ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ അതിൻ്റെ ഉള്ളിൽ എന്തെടുക്കോ ചിന്നു? ഹായ് മമ്മി, ഗുഡ് മോർണിംഗ്. എന്തോ അടിപ്പന്നെ നിനക്ക് ദൂരെ തുറക്കാം ഇത്ര നേരം? അത് പിന്നെ മമ്മി ഞാൻ ബാത്റൂമിലായിരുന്നു, അതുകൊണ്ടാ. എന്തായാലും നീ ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് താഴേക്ക് വാ, ഫുഡ് കഴിക്കാം. ഓഫീസിൽ പോകണ്ടെന്ന്. ആ മമ്മി, ഞാൻ എന്താ വേഗം റെഡി ആയിട്ട് വരാം. ഹായ് മത്തിയപ്പ, ഗുഡ് മോർണിംഗ്. അല്ല മോനെന്താ രാവിലെ തന്നെ ഇവിടെ? കർത്താവെ, തീർന്ന്. എങ്ങാനും പിടിച്ചവളെന്നെ കൊല്ലും. വഴിയുണ്ട്. അത് പിന്നെ മാത്യപ്പ ഞാൻ ജോഗിങ്ങിന് വന്നതാ, അപ്പോൾ ഈ വഴി പോയപ്പോഴത്തേക്കും ഇങ്ങനെ വന്ന് ഒന്ന് കയറി നോക്കിയതാ. ഓ മോൻ ജോയിങ്ങിനൊക്കെ വരാറുണ്ടല്ലോ ദിവസം? ഇല്ല മാത്യപ്പ, അങ്ങനെ എല്ലാ ദിവസവും ഇല്ല. ചില ദിവസങ്ങളിൽ മൂഡ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജോഗിങ്ങിന് പോകും, അങ്ങനെയാണ്. ഞാനപ്പോൾ ഇന്നിപ്പോൾ ഈ വഴി പോയപ്പോഴത്തേക്കും ചുമ്മാ ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെയാണല്ലേ. എന്നാ മോൻ ആദ്യമൊക്കെ വാ, ചായ കുടിച്ചിട്ട് പോവാം. അത് വേണ്ട മതിയപ്പോൾ, ഞാൻ വീട്ടിൽ ചെന്ന് ചായ കുടിച്ചോളാം. ഇപ്പം തന്നെ ലേറ്റാണ്, എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. ഞാനെന്നാ പോവാട്ടോ, ബൈ. ആ ശരി എന്നാ മോനെ, മോൻ പോയിട്ട് വായി. ഭാഗ്യം, രക്ഷപ്പെട്ടു. മദ്യപ്പ വിശ്വസിച്ചെന്നാ തോന്നുന്നു. എൻ്റെ അമ്മയെ ജസ്റ്റ് മിസ്. എടാ തരൂ, നീ എവിടെയായിരുന്നു എത്ര നേരം? പൊക്കി. അത് പിന്നെ മമ്മി, ഞാൻ ജോഗിങ്ങിന് പോയി. ജോഗിങ്ങിനോ? നീയോ? നിനക്ക് എന്തുകൊണ്ടാണ് ഈ നല്ല ശീലമൊക്കെ തുടങ്ങി? മനുഷ്യനെ നന്നാവാനും സമ്മതിക്കരുത് കേട്ടോ. ഒന്ന് മോട്ടിവേഷൻ തന്നില്ലെങ്കിൽ ഒന്ന് പുച്ഛിക്കാതിരുന്നൂടെ മമ്മി? സത്യം പറയടാ, നീ എങ്ങോട്ട് പോയതാ? ഇല്ല മമ്മി, ഞാൻ സത്യമായിട്ടും ജോഗിങ്ങിന് പോയതാ. അത് വീട്ടിൽ നമ്മൾ ചുമ്മാ ഇരിക്കില്ലേ, അപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പോയതാ. ഞാൻ പപ്പനോട് പറഞ്ഞിട്ടാണല്ലോ പോയത്, പപ്പ മമ്മീനോട് പറഞ്ഞില്ലേ? എനിക്കിട്ട് പണി വന്ന് തിണ്ടി. സോറി പപ്പ, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. ആടി സാറമ്മ, ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്, ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയതാ. കൊള്ളാം എന്തായാലും. എന്നാൽ നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ കിച്ചനെയും കൂടി വിളിച്ചോട്ടോ. ആ മമ്മി ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. മോനൊന്നും അവിടെ നിന്നേ. എന്താ പപ്പ? സത്യം പറയടാ, നീ ഇവിടെ ആയിരുന്നു അടുത്ത നേരം? അത് പിന്നെ ഉണ്ടല്ലോ പപ്പ, ഞാൻ ചിന്നുവിനെ കാണാൻ ഇന്നലെ പോയല്ലോ, അപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി, അതാ. ഈശോയെ, ഇന്നലെ പോയിട്ട് നീ ഇപ്പോഴാണോ വരുന്നേ? എന്റെ കർത്താവ്, ഇതൊന്നും ആരും അറിയണ്ട. ആരും അറിയില്ല പപ്പ, പപ്പയിട്ടിനി ആരോടും പറയാതിരുന്നാൽ മതി. പിന്നെ ഇന്ന് രാവിലെ തിരിച്ചു പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മാത്യപ്പ എന്നെ ഒന്ന് കണ്ടായിരുന്നു, പക്ഷെ ഞാൻ ജോഗിങ്ങിന് വന്നെന്ന് പറഞ്ഞപ്പോൾ മാത്യപ്പ വിശ്വസിച്ചു പപ്പ, കുഴപ്പമൊന്നുമില്ല. എന്റെ ഈശോയെ, മാത്യൂസ് കണ്ടോ നിന്നെ? അടിപൊളി. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. പപ്പ പപ്പ ഇങ്ങനെ പേടിക്കാതെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു, മാത്യപ്പ വിശ്വസിച്ചിട്ടുണ്ട്.
കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്ന നിനക്കും എനിക്കും കൊള്ളാം. ഡോൺ വെറി പപ്പ, ഒരു കുഴപ്പമുണ്ടാവില്ലെന്നേ. ഞാൻ എന്നാ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ബൈ. നടക്കട്ടെ നടക്കട്ടെ. എടാ തരൂ, നീ ഒന്ന് അവിടെ നിന്ന്. നീ എവിടെ പോയത് അടുത്ത രാവിലെ? ഓ ദേ അടുത്തത്. ഇതെന്തത് വല്ല പോലീസ് സ്റ്റേഷൻ വല്ലതും ആണോ? മാറി മാറി ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഒരുമാതിരി കുറ്റവാളികളെ ഓരോ പോലീസുകാരും മാറി മാറി ചോദ്യം ചെയ്യുന്ന പോലെ. ഞാനൊന്ന് ജോഗിങ്ങിന് പോയതാ. എന്താ വല്ല പ്രശ്നമുണ്ടോ? ഏയ് അത് പ്രശ്നമൊന്നുമില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താ? നീ എന്തിനാ ഇന്നലെ മിന്നുവിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? ഓ അപ്പം അതാണ് കാര്യം. ശരിയാക്കി തരാം. നിനക്കുള്ള പണി ഞാൻ തരാടാ കേട്ടോ. അതിന് നിനക്കെന്താ പ്രശ്നം? നിന്നോട് ചോദിച്ചപ്പോൾ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ? എന്നും പറഞ്ഞ് നിന്നോട് ചോദിക്കുമ്പോൾ തന്നെ നീ സമ്മതിക്കുമോ അങ്ങോട്ട്? അപ്പോൾ ചിന്നുവിൻ്റെ കാര്യമോ? ചിന്നുവിൻ്റെ എന്ത് കാര്യം? നീയും ചിന്നുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ എനിക്കറിയാം. നീ മിന്നുവിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചിന്നുവിൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. ചിന്നുവിന് ഇനി നീയല്ലേ കെട്ടാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഞാനിനി എന്ത് ചെയ്യാനാ? നീ തരൂ, വെറുതെ കളിക്കല്ലേ. സ്നേഹിച്ച പെണ്ണിനെ വിട്ടുകൊടുക്കാൻ നിനക്ക് പറ്റുമെങ്കിലും പക്ഷെ എനിക്ക് പറ്റില്ല അങ്ങനെ. എന്താന്ന്? അല്ല, സ്നേഹിച്ച പെണ്ണിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറയുമായിരുന്നു ഞാൻ. നീ അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന്. ഓ അങ്ങനെ. അതുകൊണ്ട് നീ പോയി പറയണം അവരുടെ അടുത്ത് ഈ കല്യാണം നടക്കില്ല, എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്ന്. ഞാൻ പറയില്ല ഏട്ടാ. പറയില്ല എന്നോ? അതെന്താ നിനക്ക് പറഞ്ഞാൽ? ഇന്നലെ മമ്മി എന്ത് പറഞ്ഞാണ് എന്നെ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതെന്ന് ഏട്ടനും കേട്ടതല്ലേ. അപ്പോൾ ഞാൻ പോയി ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി പറഞ്ഞ പോലെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാനായിട്ട് എന്തായാലും പോയി പറയത്തില്ല ഏട്ടാ. ഓഹോ, എന്നാ നീ പറയണ്ട. പക്ഷെ നീ ഒന്നും ഓർത്തോ, ഈ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല തരൂ. നീ കല്യാണം കഴിക്കുവാണെങ്കിൽ നീ ചിന്നുവിനെ കെട്ടത്തുള്ളൂ. അവളെ അങ്ങനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ കള്ള ഏട്ടാ, നിനക്ക് ചിന്നുവിനെ അല്ല മിന്നുവിനെ വിഷമിപ്പിക്കാനും അവളെ നഷ്ടപ്പെടുത്താനും പറ്റാനിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഉള്ളിൽ മുഴുവൻ സ്നേഹം വെച്ചിട്ട് പുറത്ത് കാണിക്കാതെ നടക്കുക അവൻ. സാരല്ല, ഇതെല്ലാം ഞാൻ മാറ്റിത്തരാം. എടി ചിന്നു, ബാ വന്ന് കയറ്. ഓ എത്തിയോ സാറ്? ഞാനോർത്ത് ഇന്നിനിയിപ്പോ വരില്ലായിരിക്കും. എന്താടാ പട്ടി നീ ലേറ്റ് ആയത്? എത്ര നേരം എന്നറിയോ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ. സോറിയുടെ ചിന്നൂസേ, നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ലേറ്റായി. അതുകൊണ്ടാ. നീ ഒന്ന് തൽക്കാലത്തേക്ക് ക്ഷമിക്കേ. അല്ലെങ്കിൽ നിനക്ക് എല്ലാ കാര്യത്തിനും ഒരു എക്സ്ക്യൂസ് കാണുമല്ലോ. ക്ഷമിക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? സോറിടാ, അതിനല്ല ഞാൻ സോറി പറഞ്ഞേ. ബ്ലോക്കായിപ്പോ എന്ത് ചെയ്യാനാ? ശരി, ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമില്ലാന്ന്. ഇനിയിപ്പം നീ ഇനിയെങ്കിലും വേഗം ഡ്രൈവ് ചെയ്യാൻ നോക്കും. ഒന്നാമത്തെ ലേറ്റ്. ആടി, അല്ല നീ ജാക്സൺ ചേട്ടനെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഏട്ടൻ എന്ത് പറഞ്ഞു? ഏട്ടനോട് ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഏട്ടനോട് കഫേയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിന്നൂസേ, ഇന്ന് രാവിലെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. കിച്ചുവേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്തു സംസാരിക്കാനുണ്ടെന്ന്. ആണോ? എന്ത് സംസാരിക്കാനായിരുന്നു? വേറെന്തിനെ പറ്റി സംസാരിക്കാനാ? ആസ് വി എക്സ്പെക്റ്റഡ്, കല്യാണക്കാരൻ തന്നെ. എന്നോട് വന്നിട്ട് ഞാൻ എന്തിനാ മിന്നുനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച് എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കിച്ചുവേട്ടൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മൾ വിചാരിച്ചാലും വേഗത്തിൽ ഏട്ടൻ വന്ന് ഇതൊക്കെ സംസാരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ എരുതിയിൽ കുറച്ച് എണ്ണയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അതിന് നീ ബെസ്റ്റാന്ന് എനിക്ക് പണ്ടേ അറിയാം. എന്തായാലും അതൊരു കണക്കിന് നന്നായി. അവിടെ എനിക്ക് ടൂക്ക്. എന്നെ ഊക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് നീ വെറുതെ വിടരുത് കേട്ടോ ചിന്നൂസേ. ചുമ്മാ ഇതൊക്കെ ഒരു രസം. അതെ നല്ല രസാ. എനിക്കത്ര രസമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എന്താവും എങ്ങനെയാവും എന്നൊക്കെ. ഇപ്പം എന്തായാലും നമുക്ക് ജാക്സൺ ചേട്ടനെ കണ്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താം. നീ വേഗം ഡ്രൈവ് ചെയ്യാൻ നോക്കിയേ തരൂ. ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. സോറി ജാക്സൺ ചേട്ടാ, ഒത്തിരി നേരമായി വന്നിട്ട്. നല്ല ബ്ലോക്ക് ആയിരുന്നു, ഏതാ ഞങ്ങൾ ലേറ്റ് ആയേ. ഇല്ലടാ, അതൊന്നും കുഴപ്പമില്ല. അല്ല നീ എന്താ കാണണമെന്ന് പറഞ്ഞേ? അത് പിന്നെ ജാക്സൺ ചേട്ടാ, ഏട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചത്. ആടാ, കിച്ചുവിനോട് വിളിച്ച് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞതും. ഞങ്ങൾക്ക് ഏട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം.
കിച്ചുവേട്ടനും മിന്നുവിനും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് അവരെ കൂടാതെ ഏട്ടന് മാത്രമാണ് അറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കിടയിൽ എന്താ ഉണ്ടായതെന്നുള്ളത് ഏട്ടൻ ഞങ്ങളോട് പറയണം. ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന മിന്നുവിനെയും കിച്ചുവേട്ടനെയും അല്ല ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് ആവാൻ വേണ്ടി മാത്രം എന്താ അവർക്കിടയിൽ ഉണ്ടായത്? അത് ഞങ്ങൾക്ക് എന്തായാലും അറിയണം ജാക്സൺ ചേട്ടാ. ഇനി അതറിഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രശ്നം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ പറ്റത്തില്ല. എന്തായാലും അത് പെട്ടെന്ന് സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഏട്ടന് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു തരുമോ എന്താ പ്രശ്നം എന്നുള്ളത്? ആടാ ഞാൻ പറയാം. അവരുടെ പ്രശ്നം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 വർഷം പിന്നോട്ടും പോകണം നമ്മൾ. വൈഎം ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത് നല്ല അതിമനോഹരമായൊരു കോളേജ്. നീ എന്താ ഇങ്ങനെ നോക്കുന്ന ചിന്നു? എടോ ജാക്സൺ ചേട്ടാ, വാലിന് തീ പിടിച്ച അവസ്ഥയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഊഞ്ഞ സിനിമ സ്റ്റൈലിലുള്ള കഥ പറച്ചിലും ഈ ചതിക്കാതെ ചന്തു കടക്കിലൊക്കെ നിർത്തിയിട്ട് മര്യാദക്ക് കാര്യം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതേ ഏട്ടനാന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ മിക്കവാറും എന്തെങ്കിലും ചെയ്യും. ജാക്സൺ ചേട്ടാ, അവൾക്ക് ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ചെയ്യും. അതുകൊണ്ട് വേഗം ഇതൊക്കെ നിർത്തിയിട്ട് മര്യാദക്ക് കഥ പറയാൻ നോക്ക്. അതിനെത്തിനെ ചിന്നുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പറഞ്ഞാൽ പോരെ, ഞാൻ മര്യാദക്ക് പറയാലോ. എന്നാ പറയാൻ നോക്ക്. വൈഎം കോളേജിൽ ഞങ്ങൾ രണ്ടുപേരും PG ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് മിന്നു അവിടെ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ആ ടൈമിൽ ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു. തരു ഓൾറെഡി ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു. പിന്നെ അപ്പോഴാണ് ചിന്നുമോളും ബാംഗ്ലൂർ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കുന്നത് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക്. കിച്ചു ആണെങ്കിൽ ആ ടൈമിൽ അവിടുത്തെ കോളേജ് ചെയർമാൻ കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങളായിട്ട് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സഞ്ജയുടെയും ഗൗതമിൻ്റെയും. അവന്മാരായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ 2 കൂട്ടർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 ഗ്യാങ്ങും തിരിച്ച് കോളേജിൽ ജോയിൻ ചെയ്ത ദിവസം തന്നെയാണ് മിന്നൂസും ഫസ്റ്റ് ഡേ കോളേജിൽ വരുന്നത്. എടാ, അവൻ വന്നില്ല ഇതുവരെ. ആരാ? കിച്ചു അല്ലേ? അവനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇപ്പം എത്തുമായിരിക്കും ചിലപ്പോൾ. അവന്മാർ വന്ന പാടെ തന്നെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് റാങ്കിങ്, വെറുതെ നമ്മുടെ കൈക്ക് പണിയുണ്ടാക്കാനായിട്ട്. ഇവന്മാർക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ ആവോ? വെറുതെ പിന്നെ വാങ്ങിച്ചു കൂട്ടാനായിട്ട് ഓരോന്ന് ഒപ്പിച്ച് വെച്ചോളും. എന്തായാലും അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്ന്. പറഞ്ഞിരുന്നില്ല, അപ്പോഴേക്കും വന്നല്ലോ അവൻ. എടി മിന്നു, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ഇവിടെയൊന്നും കറങ്ങി തിരിഞ്ഞ് നിൽക്കാതെ നേരെ ക്ലാസ്സിൽ പോയിക്കൊള്ളണം, കേട്ടല്ലോ? ഓ ശരി സർ, ഞാൻ കേട്ടു. അതേപോലെ തന്നെ വൈകിട്ട് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ കൊണ്ടാക്കിക്കോളാം നിന്നെ. ഓ ശരി. പിന്നെ അയ്യോ എൻ്റെ കിച്ചുവേട്ടാ, അവിടെ ഇവിടെ നിൽക്കരുത്, വേഗം ക്ലാസ്സിൽ പോയിക്കൊള്ളണം, ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടരുത്. ഇതൊക്കെയല്ലേ പറയാൻ വരുന്നേ? ഇതൊക്കെ ഇപ്പോഴത്തേക്ക് എൻ്റെ അടുത്തൊരു 100ാമത്തെ തവണയായിരിക്കും കിച്ചുവേട്ടൻ പറയുന്നേ. ഞാനെല്ലാം ചെയ്തോളാന്നേ, പൊക്കോ. ശരി, എല്ലാം മര്യാദക്ക് ചെയ്താൽ മതി. ഞാൻ എന്നാ പോവാം. മിന്നുസേ, ഇവിടെ അതാ ലയ വന്നു, അവള് വിളിക്കുന്നു. ഞാനൊന്ന് പോവാണെങ്കിൽ ചേട്ടാ. ഓക്കെ ശരി, എന്നാ ബൈ, വൈകിട്ട് കാണാം കേട്ടോ. ശരി ബൈ എന്നാ. എടാ, നീ എന്താണ് ലേറ്റ് ആയത് വരാൻ? എടാ ഒന്നും പറയണ്ടടാ, ഇന്ന് മിന്നു കോളേജിൽ ജോയിൻ ചെയ്യുന്ന ദിവസമല്ലേ, അപ്പോൾ അവളെയും കൊണ്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നടാ. അവളെ ഇറങ്ങാൻ ലേറ്റ് ആയതാ. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എന്നിട്ട് അവളെവിടെ? അതെ, അവളുടെ ഫ്രണ്ട് ലേ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്, 2 കൂടിയിട്ട്. എന്താവോ എന്തോ. അതൊക്കെ വിട്. എടാ, അതേ അവന്മാർ പിന്നെ തുടങ്ങിയിട്ടുണ്ട് റാഗിങ്ങിൻ്റെ പേരിൽ ഒരു വൃത്തിയേട് കാണിക്കാനായിട്ട്. നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഞങ്ങൾ. എന്താടാ കിച്ചു ചെയ്യേണ്ട? അവന്മാർക്ക് ഇനി മതിയായില്ലേ? കിട്ടിയതൊന്നും പോരാന്ന് തോന്നുന്നവർക്ക്. വാടാ, എന്തായാലും പോയി നോക്കാം എന്താന്ന്. ഡി പിള്ളേരെ, നിങ്ങൾ വന്നേ. ഞങ്ങളെയാണ് കേട്ടാ? ആടി പിള്ളേരെ, നിങ്ങളെ തന്നെ. ഇങ്ങ് വാ. എന്താ ചേട്ടന്മാരെ? എന്തുവാടി നിങ്ങളുടെയൊക്കെ പേര്? എൻ്റെ പേര് ലയ എന്നാണ് ചേട്ടാ. എൻ്റെ പൊന്ന് ലയ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവന്മാർ ചോദിക്കുമ്പോൾ തന്നെ പേരൊക്കെ പറയാൻ നിൽക്കുന്നത്. നീങ്ങ വന്നേ, നമുക്ക് പോവാം. നീയാൾ കൊള്ളാലോടി. മോളൊന്നവിടെ നിന്നേ.
എന്താണ് നിന്റെ പേര്? പേര് പറയാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ഡീ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? നീ മര്യാദക്ക് പേര് പറഞ്ഞിട്ട് പോയാൽ മതി ഇവിടുന്ന്. എടീ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടടി, പാടി നമുക്ക് പോവാം. നീ ഒന്ന് വെറുത്തിരുന്നില്ലയ്യ, ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എടോ, നിങ്ങൾക്ക് ഈ കോളേജിൽ റാഗിങ് പാടില്ല എന്ന് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാണ് പിള്ളേരെ റാഗ് ചെയ്യുന്നത്? ഓ, മോള് ഞങ്ങളെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കാൻ വന്നാണോ? എന്നാ പിന്നെ ആ പേരും കൂടി എന്താണെന്നൊന്ന് പറഞ്ഞാട്ടെ മാഡം. ഓ, നിങ്ങൾക്ക് എൻ്റെ പേരറിയണമെന്ന് അത്രയ്ക്ക് നിർബന്ധം? എന്നാ കേട്ടോ, എൻ്റെ പേര് പേരക്ക. എന്തേ, സമാധാനമായില്ലേ? ഡീ, ആ വേണ്ടട ഗൗതം, അവളുടെ പേര് പേരക്കാന്നല്ലേ അവള് പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ വവ്വാലല്ലെങ്കിൽ കിളിയ. നിങ്ങൾ ഇനി തൊട്ട് എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. ഇവള് പേരക്ക, ഞാൻ വവ്വാലല്ലെങ്കിൽ കിളി. അതാവുമ്പത്തേക്കും കൊത്തി നോക്കി ടേസ്റ്റ് എന്താണെന്നറിയാലോ. ഡാ, വൃത്തിയായിട്ട് പറഞ്ഞാലുണ്ടല്ലോ. ഹാ, അടങ്ങി നിക്കടി അവിടെ. നീ ഞങ്ങളെ എന്ത് ചെയ്യൂടി പുന്നാര മോളെ? നീ ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നീ പറഞ്ഞത് ശരിയാ, നീ ഒരു പഴുത്ത പേരൊക്കെ പോലെ തന്നെയാ. ശരിക്കും കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്. നിന്റെ കടി ഞാൻ മാറ്റി തന്നാൽ മതിയടാ പുന്നാര മോനെ. വന്നല്ലോ ഈ കോളേജിലെ സകലമാന പെൺപിള്ളേരുടെ രക്ഷകൻ. എടാ മോനെ സഞ്ജയ് ശങ്കറേ, ഈ കോളേജിലെ ഏതോ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി നീ പെരുമാറിയതിനാണ് എൻ്റെ കയ്യിൽ നിന്ന് നീ അന്ന് തല്ല് വാങ്ങി കൂട്ടിയതും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 കൂട്ടർക്ക് സസ്പെൻഷൻ കിട്ടിയതും. അങ്ങനെ ഇരിക്കുമ്പോൾ നീ എൻ്റെ പെണ്ണിനോട് തന്നെ അപമര്യാദയായി പെരുമാറുമ്പോഴത്തേക്കും ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോടാ പട്ടി. നിന്റെ പെണ്ണോ? ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് കൊള്ളാലോടി മോളെ. എടത്തരിക്കേ, നല്ല ഒന്നൊന്നര ഐറ്റത്തെ ആണല്ലോടെ മോനെ നീ തലയിൽ വെച്ചേക്കുന്നത്. ഒറ്റയ്ക്കങ്ങ് ആസ്വദിക്കാതെ ഇടയ്ക്ക് ഞങ്ങൾക്കും കൂടി താടാ, ഞങ്ങളൊന്ന് അറിയട്ടെ. എടാ കൊല്ലൂടെ പട്ടി നിന്നിന്ന് ഞാൻ. അയ്യോ കിച്ചോട്ട, വേണ്ട, മാ നമുക്ക് പോവാം. മിന്നു നീ മാറിക്ക്. What's happening here? You both stop it. Stop it, I say. എടോ, നിങ്ങളോടല്ലേ നിർത്താൻ പറഞ്ഞേ? Stop it. Sanjay and Tariq, come to my cabin. എന്താടോ ഇതൊക്കെ? നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ മാത്രമേ എനിക്കിവിടെ നേരമുള്ളല്ലോ. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത പ്രശ്നം ഉണ്ടാക്കിയോ? സർ, ഞാനല്ല സർ, അവനാണ്. പെൺകുട്ടികളോട് മര്യാദക്ക് പെരുമാറണമെന്ന് പല തവണ ഇവന് വാർണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെയും ഒരു വൃത്തികേട് അവരോട് പറയുകയും കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സർ? എടോ, അതിനല്ലേടോ ഇവിടെ ടീച്ചേഴ്സും ഞാനൊക്കെ ഉള്ളത്. തനിക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞൂടെ? കംപ്ലൈന്റ് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ സർ? സസ്പെൻഷൻ കൊടുക്കാനോ അതോ ഡിസ്മിസ് ചെയ്യാനോ? അതൊന്നും ഇവനൊരു പുത്തരിയല്ല സർ. അച്ഛൻ MLA ആയതിന്റെ അഹങ്കാരമാണ് ഇവന്. ഇവനെയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി തന്നെ ഹാൻഡിൽ ചെയ്യണം സർ. അതിനിവന് ഞങ്ങളാ ബെസ്റ്റ്. ഞങ്ങളുടെ രീതിയാണ് നല്ലത്. എടോ, അതിന് കോളേജ് ക്യാമ്പസിൽ കിടന്ന് ഇങ്ങനെ പട്ടിയെ പോലെ തല്ലുണ്ടാക്കുകയാണ് വേണ്ടത്. അത് നിങ്ങളെ മാത്രമല്ല ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കൂടിയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു. സസ്പെൻഷനിലൊക്കെ ഒതുക്കാവുന്നതിന്റെ പരമാവധി ഒതുക്കി. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല തരിക്കേ. സഞ്ജയ് തന്നോടും കൂടെ പറയുന്നേ, എനിക്കിതിനെതിരെ എന്തായാലും ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. താൻ കോളേജ് ചെയർമാനൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ എന്നും പറഞ്ഞ് ഇപ്പോൾ ഈ കാണിച്ചതിന് തനിക്കെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഡിസ്മിസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സർ, മേ കം ഇൻ സർ? യെസ്, കം ഇൻ. എന്താ കുട്ടി കാര്യം? സർ, എൻ്റെ പേര് ജുവൽ എന്നാണ്, ജുവൽ മാത്യു. ഞാനിവിടുത്തെ ന്യൂ സ്റ്റുഡൻ്റാണ് സർ. ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. എൻ്റെ പേരിലാണ് സർ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായത്. കുട്ടിയുടെ പേരിലോ? അതെ സർ. എന്നെ ഈ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സും കൂടി റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട്
വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സർ ഇവർ ബിഹേവ് ചെയ്തത്. അങ്ങോട്ടേക്കാണ് തരിക്കേട്ടൻ വന്നത്. തരിക്കേട്ടൻ എന്നെ സേവ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ സർ ഇവരുടെ കയ്യിൽ നിന്ന്. അങ്ങനെയുള്ളപ്പോൾ ഞാനല്ലേ സർ കംപ്ലൈൻറ്റ് തരണ്ടേ? എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ സർ ആക്ഷൻ എടുക്കണ്ടേ? എനിക്ക് കംപ്ലൈൻറ്റ് ഈ ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സിനെതിരെ മാത്രമേ ഉള്ളൂ. ഹിയർ ഇസ് മൈ റിട്ടേൺ കംപ്ലൈൻറ്റ് സർ. പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് പ്ലീസ് ഡു ദ നീഡ്ഫുൾ സർ. കൈൻഡ്ലി കൺസിഡർ ഇറ്റ് ആസ് മൈ റിക്വസ്റ്റ്. ഓക്കെ കുട്ടി പൊക്കോളൂ, ഞാൻ വേണ്ടത് ചെയ്തോളാം. എടാ തരിക്കേ, എന്നാൽ താനും പൊക്കോ. ഇപ്പോൾ ഈ കുട്ടി കാരണം താൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇനിയും ഇതുപോലൊരു പ്രശ്നം തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് പറഞ്ഞിട്ടും കാര്യമില്ല തരിക്കേ. ഞാൻ തനിക്ക് ശരിക്കും ഡിസ്മിസൽ ലെറ്റർ തരും. ഇപ്പോൾ പൊക്കോ. ഓ, വലിയ ഉപകാരം സർ. ശരി, എന്നാ ഞാൻ പോവാണേ. എടാ സഞ്ജയ്, താനെന്നാൽ തൻ്റെ ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചിട്ട് കൈയോടെ ആ ഡിസ്മിസൽ ലെറ്റർ വാങ്ങിക്കൊണ്ട് പൊക്കോ. ഇത്രയും നാളും തൻ്റെ പപ്പയുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് താൻ ഓരോന്നിനും രക്ഷപ്പെട്ടു പോയി, സസ്പെൻഷനിലൊക്കെ ഒതുങ്ങി. പക്ഷെ ഇനി അത് നടക്കില്ല എന്തായാലും. അതുകൊണ്ട് മുംബൈ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് കൈയോടെ ആ ഡിസ്മിസൽ ലെറ്റർ എല്ലാവരും ഒപ്പിട്ട് വാങ്ങിയിട്ട് സ്ഥലം വിടാൻ നോക്ക്. ഇനി ഈ പരിസരത്ത് കൊണ്ടുപോകരുത് ഒന്നിനെയും. അങ്ങനെ മിന്നു വന്ന അന്ന് തന്നെ ഞങ്ങളുടെ ശത്രു ടീമിനെ കോളേജിൽ നിന്ന് പുറത്താക്കി തന്നു. അവള് കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് കിച്ചുവിനെ സേവ് ചെയ്യാൻ മാത്രമല്ല അവന്മാരെ കോളേജിൽ നിന്ന് പുറത്താക്കാനും കൂടി അത് ഹെൽപ്ഫുള്ളായി. അങ്ങനെ ഒരു ഉപകാരം അവൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. വാവ്, അത് പൊളിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടു. മിന്നു പൊളിച്ചെടുക്കി. എന്നിട്ടെന്താവാൻ, പ്രിൻസിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയതും കിച്ചുവിനും മിന്നുവിൻ്റെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടി. അത് പിന്നെ കിട്ടുമല്ലോ, സ്വാഭാവികം. കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പിന് 2 എണ്ണം കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ജാക്സൺ ചേട്ടാ, നിങ്ങൾ പറയും. എന്നിട്ട് എന്താ പറ്റിയേ? എന്നിട്ട് കിച്ചു ചേട്ടാ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ ഈ കോളേജിലേക്ക് വരുന്ന അന്ന് തന്നെ ഡിസ്മിസൽ വാങ്ങി പുറത്താവാനാണോ? ഞാനിപ്പോൾ ആ കംപ്ലൈൻറ്റ് അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഡിസ്മിസലും വാങ്ങി വീട്ടിലിരിക്കായിരുന്നു. എൻ്റെ മിന്നുസേ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. അത് പിന്നെ നിന്നോട് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും പെരുമാറുമ്പോഴത്തേക്കും പിന്നെ ഞാൻ പിന്നെ നോക്കി നിൽക്കണോ? എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. എന്നെക്കൊണ്ടെന്നല്ല, ആണത്തുള്ള ഓരോ ആണുങ്ങൾക്കും തൻ്റെ പെണ്ണിനോട് മറ്റൊരുത്ത മോശമായിട്ട് പെരുമാറുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയില്ല മിന്നു. എന്നും പറഞ്ഞ് അടി ഉണ്ടാക്കുവാണോ വേണ്ടത്? ഇത് ഞാനായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലേ കിച്ചുവായിട്ട് വെറുതെ വന്ന് ഇടപെട്ട് വഷളാക്കി ഇവിടം വരെ എത്തിച്ചത്. മിന്നു, എന്തായി, കംപ്ലൈൻറ്റ് കൊടുത്തോ? ആടല്ലയ്യ, കൊടുത്തു. എടാ കിച്ചു, അവന്മാരെ ഡിസ്മിസ് ചെയ്തല്ലേ? ആടാ, ഡിസ്മിസ് ചെയ്തു. ഒരു കണക്കിന് നന്നായി എന്തായാലും. ഇനി അവന്മാരെ കൊണ്ടുള്ള ശല്യം ഇവിടെ ആർക്കും ഉണ്ടാവില്ലല്ലോ. ഡി, നിന്നെ എന്തെങ്കിലും ഞങ്ങളുടെ കൈ കിട്ടൂടി, അന്നെടുത്തോളാം നിന്നെ ഞങ്ങള്. ഡാ കിച്ചുട്ടാ, ഡാ, നിന്നെയൊന്നും ഇനി പരിസരത്ത് കണ്ടുപോകരുതെന്നല്ലേടാ പ്രിൻസി പറഞ്ഞത്. അതുകൊണ്ട് മക്കള് കെട്ടും പാണ്ടൊക്കെ എടുത്ത് പോകാൻ നോക്ക്. ചെല്ല്. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ആവശ്യമില്ലാത്ത ഈ എടുത്തുചാട്ടവും ദേഷ്യവും കുറച്ചാൽ തന്നെ ഭക്തി പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും. എന്ത് ചെയ്യാനാ മിന്നൂസേ, അനീതിയും ആക്രമണവും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രതികരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നേ. അങ്ങനെ പ്രതികരിക്കാൻ പോയിട്ട് അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പം തന്നെ കണ്ടില്ലേ ദേഹത്ത് എന്തോരം മുറിവാണെന്ന്. അയ്യോ, അതാണ് എൻ്റെ മിന്നൂട്ടിയുടെ പ്രശ്നം. ദേ നോക്കിയേ, എനിക്കൊരു കുഴപ്പമില്ലാന്നേ. എന്നാലും കിച്ചുവേട്ടാ. ഇല്ലടാ, നിങ്ങൾ വന്നേ വാ. എൻ്റെ മിന്നൂട്ടി വിഷമിക്കണ്ട കേട്ടോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അച്ചടാ, ഹൗ സ്വീറ്റ്. കുട്ടിക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നമുക്കും അതുപോലെ സ്വീറ്റ് ആവാമായിരുന്നു. ഓ വേണ്ട ഏട്ടാ, എനിക്ക് താല്പര്യമില്ല. നോ താങ്ക്സ്. വേണ്ടെങ്കിൽ വേണ്ട. ഗ്യാപ്പ് കണ്ടപ്പോൾ മോൻ ഗോൾ അടിക്കാൻ നോക്കിയതാണല്ലേ? പക്ഷെ അത് ഏറ്റില്ല. സാരല്ല, പോട്ടടാ. എടി മിന്നു, മിന്നു. ഓ എന്താടി? എടി നീ ഒന്ന് തിരിഞ്ഞു നോക്കി, ആരാ വരുന്നതെന്ന്. ആരാ? ഇവനോ? എന്റെ കർത്താവേ, ഇവനെന്താ ഇവിടെ?